അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറേ നാളായി വീഡിയോ ചെയ്തിട്ടെന്ന് എനിക്കറിയാം. കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഒരു ഡിലേ വന്നതാണ്. അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായ സമയത്ത് പനി വന്നു. പിന്നെ ത്രോട്ട് ഇൻഫെക്ഷനായി. അങ്ങനെ എൻ്റെ വോയിസ് മൊത്തം പോയി കിടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്. ഇൻഷാ അള്ളാ ഇനി ഡിലേയ്സ് ഒന്നും വരാതെ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനുണ്ട്. നമുക്കറിയാലോ നമ്മുടെ ചാനൽ ആകെ 32 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ ഇത്രയും ഡിലേ വന്നിട്ടും ഒരാൾ പോലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയില്ല. അതിനെനിക്ക് നിങ്ങളോട് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് സപ്പോർട്ട് ചെയ്തതിന്. ഇന്ന് ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് എൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് തോട്ട്സൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പർട്ടിക്കുലറായിട്ട് ഒരു ടോപ്പിക്കെന്നൊന്നും പറഞ്ഞ് എനിക്ക് സംസാരിക്കാനില്ല. പക്ഷേ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ ലൈഫിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ, ഞാനൊരു ഹൗസ് വൈഫ് അല്ലേ, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, എനിക്ക് ഫുൾ ടൈം പണിയാണ്, ഒരു പണി ഒഴിഞ്ഞിട്ട് എനിക്കൊരു സമയമില്ല ഒരു കാര്യവും ചെയ്യാനായിട്ട്, ഞാൻ ഈ കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ 100% ചിന്തിച്ചിട്ടുള്ളവരാവുമല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. ലോകം കാണുകയോ അംഗീകരിക്കുകയോ കൈയടിക്കുകയോ ചെയ്തില്ലെങ്കിലും നിങ്ങൾ സ്വാധീനമുള്ളവളാണ്. നിങ്ങൾ നിൽക്കുന്ന ഓരോ ഇടവും, നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും, നിങ്ങൾ ശാന്തമായി ഉയർത്തുന്ന ഓരോ ദുആയും ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. ശരിക്കും പറഞ്ഞത് സത്യമല്ലേ? നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അവർ പോലും അറിയാതെ ചെയ്യുന്ന ഒരു ദുആ ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുന്നുണ്ടാവത്തില്ല. അവരറിയുന്നുണ്ടാവില്ല നമ്മൾ അവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്തു എന്നുള്ളത്. എത്ര മനോഹരമായ ഒരു കാര്യമാണത്, അല്ലേ? പ്രാധാന്യമുള്ളവളാകാൻ നിങ്ങൾക്ക് ഒരു വേദിയും ആവശ്യമില്ല. അർത്ഥവത്താകാൻ ഒരു പദവിയും ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഇടം തന്നെയാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സ്ഥാനം. നാം സ്വാധീനത്തെ അളക്കുന്നത് ഫോളോവേഴ്സിലും ഡിഗ്രികളിലും നമ്മുടെ കൂട്ടുകാരുടെ പദവിയിലും പേരിലും പ്രശസ്തിയിലും ഒക്കെയാണ്. പക്ഷെ അള്ളാഹു അങ്ങനെ അളക്കുന്നില്ല. അവൻ കാണുന്നത് കണ്ണുകൾ കാണാത്ത പ്രവർത്തനങ്ങളെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരാളിനായി കണ്ണു നിറഞ്ഞ് ചെയ്യുന്ന ഒരു ദുആ അവരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ആലിംഗനം ചെയ്യുന്ന ആ രീതി ഭാവിയിലെ തലമുറകളെ രൂപപ്പെടുത്തുന്നവയാകാം. വേദനയിൽ തളർന്നിരിക്കുന്ന ഒരു സുഹൃത്തിനൊപ്പം നിങ്ങൾ മൗനത്തിലിരിക്കുന്ന ഒരു സാന്നിധ്യം അവരെ പ്രത്യാശയിൽ പിടിച്ചു നിർത്തിയേക്കാം. ചില സമയത്ത് നമ്മൾ ഓർക്കത്തില്ലേ, കുറേ നാളായാലും ഒരു ഫ്രണ്ടിന് മെസ്സേജ് അയച്ചിട്ട് അവൾ എന്ത് ചെയ്യുമായിരിക്കും, എന്താണിപ്പോൾ അവൾ മെസ്സേജൊന്നും അയക്കാത്ത, അവൾക്കൊരു മെസ്സേജ് അയച്ചാലോ എന്ന് കരുതിയിട്ട്, ഹലോ നീ എവിടെയാ, നീ എന്ത് ചെയ്യുക, കുറേ നാളായാലോ നീ മെസ്സേജ് അയച്ചിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ മെസ്സേജ് അയക്കാറില്ലേ? നമ്മൾ അങ്ങനെ അയക്കുന്ന ഒരു ചെറിയ സന്ദേശം, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഇരുണ്ട നിമിഷത്തിൽ നിന്നും ഒരു സഹോദരിയുടെ ഈമാനെ പോലും രക്ഷിച്ചേക്കാൻ കെൽപ്പുള്ളവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രശസ്തിയില്ലാത്ത സ്ത്രീകളെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയവർ, അവർ ആ സമയത്തൊന്നും അങ്ങനെ ഭയങ്കര പ്രശസ്തിയുള്ള സ്ത്രീകളായിരുന്നില്ല. എന്നാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത സ്നേഹവും കരുതലും അവർ അദ്ദേഹത്തെ വളർത്തിയെടുക്കാൻ കാണിച്ച പരിശ്രമവും തലമുറകളെ രൂപപ്പെടുത്തിയ ഹദീസുകളായി മാറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അത്രത്തോളം പ്രാധാന്യമുള്ളവരായിട്ട് പിന്നീട് പറയുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ഉമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പകലും രാത്രിയും ഇല്ലാതെ മകന്റെ അറിവിനായി അവർ ജീവിതം സമർപ്പിച്ചു. അവർ പ്രശസ്തരായിരുന്നില്ല, പക്ഷേ അവരുടെ സ്വാധീന വൃത്തം ലോകത്തെ തന്നെ മാറ്റി. അതുകൊണ്ട് നമ്മുടെ ലിവിങ് റൂമിനെയും നമ്മുടെ ക്ലാസ് മുറിയെയും നമ്മുടെ ഭക്ഷണമേശയും ഒന്നും നമ്മൾ ചെറുതായിട്ട് കാണരുത്. അവിടെയാണ് അള്ളാഹു മഹത്തായ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ നിങ്ങളോട് പറയണം, ഞാൻ വെറും ഒരു ഹൗസ് വൈഫാണല്ലോ, ഞാൻ വെറും ഒരു സ്ത്രീ ആണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന വാക്കുകളില്ലേ, അത് ഇന്ന് തന്നെ നമ്മൾ ഉപേക്ഷിക്കണം കേട്ടോ. അതിന് പകരം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഇന്ന് എനിക്ക് എങ്ങനെ ഒരു മാറ്റമാകാൻ കഴിയും? ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹൃദയത്തിനോട് തന്നെ ചോദിക്കുക, ഇന്ന് അള്ളാഹു എന്നെ എങ്ങനെ ഉപയോഗിക്കും? ഇന്ന് ഞാൻ ആരുടെയെങ്കിലും ഭാരം കുറയ്ക്കുമോ? എൻ്റെ വീട്ടിൽ അറിവിൻ്റെ ഒരു വിളക്ക് ഞാൻ തെളിയിക്കുമോ? ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളിനായി പോലും ഒരു ദുആ ചെയ്യാൻ എന്നെക്കൊണ്ട് ഇന്ന് സാധിക്കുമോ? സത്യസന്ധതയോടെ ചെയ്ത ഏറ്റവും ചെറുതായ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ തുലാസിൽ ഭാരമുള്ളവയാണ്.
ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പുഞ്ചിരി, ഹൃദയത്തോടെ കേൾക്കുന്ന ഒരു നിമിഷം, ഒരായത്ത് പഠിപ്പിക്കൽ, ഒരായത്ത് പഠിക്കൽ, വേദനയിലുള്ള ഒരാൾക്ക് ഇടം നൽകൽ, വീട്ടിലെ ഒരു ചെറിയ കോണ് പോലും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട്, നന്ദിയോട് കൂടിയിട്ട് പറയുന്ന ഒരു വാക്ക്, സത്യസന്ധമായി പറയുന്ന ഓരോ വാക്കുകൾ, ഇവയൊക്കെയും അവഗണിക്കപ്പെടാത്ത ഇബാദത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളിൽ ഓരോരുത്തരും ഒരു മെയ്പ്പാളനാണ്, നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിയാണ്. അതുകൊണ്ട് സ്വയം ചുരുങ്ങുന്നത് ഇന്നു മുതൽ നമ്മളെല്ലാവരും നിർത്തണം കേട്ടോ. പകരം ഉണരണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ മുന്നോട്ട് നീങ്ങണം. നമ്മളെല്ലാവരും ഈ ലോകത്ത് ഒരു ഉദ്ദേശത്തോടെ സൃഷ്ടിക്കപ്പെട്ടവളാണ്. ജ്ഞാനത്തോടെയാണ് അള്ളാഹു താല നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. എല്ലാം കാണുന്നവൻ്റെ കാഴ്ചയിൽ നിങ്ങളുടെ എത്തിപ്പ് ഇതിനകം തന്നെ വിശാലമാണ്. അതിനാൽ ഇന്ന് ശാന്തമായി സ്വയം ചോദിക്കണം നമ്മൾ, എനിക്ക് എന്നെയും മറ്റൊരാളെയും 1% മെച്ചപ്പെടുത്താൻ എങ്ങനെ കഴിയും? അതിനു വേണ്ടിയിട്ട് എനിക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും പരിശ്രമിക്കാൻ വേണ്ടി കഴിയുക? എന്നിങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമ്മളോട് സ്വയം ചോദിക്കണം, സ്വയം പരിശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്കൊരു മാറ്റമാവാൻ വേണ്ടിയിട്ട് സാധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.